ജീത്തു ജോസഫിന്റെ സംവിധാനത്തിൽ ബേസിൽ ജോസഫ്, ഗ്രേസ് ആന്റണി, സിദ്ദിഖ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്ന ഒരു ഫൺ പാക്ഡ് എന്റർടൈനർ ആണ് നുണക്കുഴി. ഇവർക്ക് പുറമെ ബൈജു, മനോജ് കെ ജയൻ, അജു വർഗീസ്, അൽതാഫ് സലീം, സൈജു കുറുപ്പ്, ലെന, നിഖില വിമൽ, സ്വാസിക, ബിനു പപ്പു, അസീസ് അങ്ങനെ പ്രമുഖരായിട്ടുള്ള മറ്റ് ആർട്ടിസ്റ്റുകളും ഈ പടത്തിലുണ്ട്. ത്രില്ലർ ജോണറുകളിൽ നിന്നും മാറി കൺഫ്യൂഷൻ, കോമഡി, ഡ്രാമ ട്രാക്കിലുള്ള ഒരു കഥയാണ് ജീത്തു ക്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ സിനിമയുടെ ടൈറ്റിൽ എന്നത് ശരിക്കും നുണക്കുഴി എ ലയേഴ്സ് ഡേ ഔട്ട് എന്നാണ്. എ ലയേഴ്സ് ഡേ ഔട്ട് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത് എ ബേബീസ് ഡേ ഔട്ട് എന്ന ഹോളിവുഡ് ചിത്രമായിരിക്കും. ഓബിയസ്ലി രണ്ട് സിനിമകളും തമ്മിൽ ഡിഫറെന്റ് ആണെങ്കിൽ കൂടിയും ഇവർ തമ്മിൽ ഷെയർ ചെയ്യുന്ന ഒരു കോമൺ ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ രണ്ട് സിനിമയിലും ഒരു ദിവസത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങളാണ് പറഞ്ഞു പോകുന്നത്. ബേസിൽ അവതരിപ്പിക്കുന്ന എബി സക്രി എന്ന കഥാപാത്രം അയാൾക്ക് പറ്റിയ ഒരു അബദ്ധത്തിൽ നിന്ന് അയാൾക്ക് രക്ഷപ്പെടാൻ വേണ്ടി അയാൾ കാണിച്ചു കൂട്ടുന്ന പരാക്രമങ്ങളാണ് സിനിമയുടെ ബേസ് സ്റ്റോറി. ഈ ഒരു ത്രെഡിലേക്ക് ജീത്തു മറ്റു കഥാപാത്രങ്ങളെ കോർത്തിണക്കുകയാണ്. കഥയിലെ മിക്ക കഥാപാത്രങ്ങൾക്കും നുണ പറയേണ്ടതായിട്ടുള്ള സാഹചര്യം വരികയും അതെല്ലാം നർമ്മത്തിലേക്ക് വഴിതെളിക്കുകയാണ് ഉണ്ടാകുന്നത്. അവസാനം എല്ലാ കഥാപാത്രങ്ങളും ഒരു കൊടക്കീഴിൽ വന്നു ചേരുന്നു. പറയുമ്പോൾ ഒരു പ്രിയദർശൻ സിനിമയുടെ പാറ്റേൺ തോന്നുമെങ്കിലും പ്രിയദർശൻ സിനിമകളിൽ കാണുന്ന ഒരു സ്ക്രീൻ എലിവേഷൻ ഈ ചിത്രത്തിന് ലഭിച്ചിട്ടില്ല. സാധാരണ ഇത്തരം സിനിമയിൽ ലോജിക് പ്രശ്നം കാണുമെങ്കിലും കഥയിലും തിരക്കഥയിലും ഒട്ടും തന്നെ പാളിച്ചകൾ ഉണ്ടായതായി തോന്നിയില്ല. സോളിഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ടെല്ലിംഗ് ആണ് സിനിമയിലുള്ളത്. ചിരിക്കാനുള്ള സന്ദർഭങ്ങൾ ഒട്ടേറെ ഉണ്ടെങ്കിലും ചില സ്ഥലങ്ങളിലെ തമാശകൾ അല്പം ഫോഴ്സ്ഡ് ആയ പോലെ തോന്നി. പ്രത്യേകിച്ച് സിദ്ദിഖിന്റെ പോയിന്റ് ഓഫ് റെഫറൻസിൽ കഥ പോകുമ്പോൾ അവിടെ തമാശയുടെ നിലവാരം അല്പം താഴ്ന്നു പോകുന്നതായിട്ട് തോന്നി. ഇനി പെർഫോമൻസസിലേക്ക് വരുമ്പോൾ ഇതിൽ അഭിനയിച്ച എല്ലാവരും തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സ് ആണ്. എങ്കിലും എടുത്തു പറയേണ്ട പ്രകടനം കാഴ്ചവെച്ചത് ബേസിൽ ജോസഫും ഗ്രേസ് ആന്റണിയുമാണ്. ടെക്നിക്കൽ വശങ്ങളിലേക്ക് കിടക്കുമ്പോൾ എഡിറ്റിങ്ങും VFX വർക്കുകളെല്ലാം നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. 2 മണിക്കൂറാണ് സിനിമയുടെ ദൈർഘ്യം എന്നത് മറ്റൊരു പോസിറ്റീവ് ഫാക്ടറാണ്. ഇനി പാട്ടുകളിലേക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോറിലേക്കും കിടക്കുമ്പോൾ സിനിമയുടെ തീമിനോട് ചേരുന്ന ഒരു ടൈറ്റിൽ സോങ് മാത്രമാണ് സിനിമയിലുള്ളത്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ പ്രത്യേകിച്ച് ബേസിലിന്റെ കഥാപാത്രത്തിന് കൊടുത്ത BGMനെല്ലാം ഒരു കാർട്ടൂണിഷ് ടച്ച് ഉണ്ടായിരുന്നു. സോ മൊത്തത്തിൽ ഒട്ടും തന്നെ ലാഗില്ലാതെ വളരെ റിലാക്സ്ഡ് ആയി ചിരിച്ച് ആസ്വദിച്ച് കാണാവുന്ന ഒരു സിനിമയാണ് ജീത്തു ജോസഫിന്റെ നുണക്കുഴി എ ലയേഴ്സ് ഡേ ഔട്ട്.